ഡേവിഡ് മില്ലർ സമ്മർദ്ദങ്ങളുടെ തോഴൻ, പ്രതിസന്ധികളിലെ ശാന്തനായ പോരാളി. എപ്പോഴും അദ്ദേഹം ക്രിക്കറ്റ് പ്രേമികൾക്ക് വളരെ സ്പെഷ്യലാണ്. ഡൽഹി ക്യാപിറ്റൽസും ഗുജറാത്ത് ടൈറ്റൻസും തമ്മിലുള്ള ഇന്നത്തെ മത്സരം ആരാധകർക്ക് ഒരു യഥാർത്ഥ റോളർ കോസ്റ്റ് റൈഡ് തന്നെയായിരുന്നു. ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ നിമിഷങ്ങൾ. പരിക്കേറ്റ് റിട്ടയർഡ് ഹാർട്ടായി മടങ്ങിയിട്ടും ഡൽഹിക്ക് ആവശ്യമുള്ളപ്പോൾ വേദനകൾ വകവെക്കാതെ അദ്ദേഹം വീണ്ടും ക്രീസിലെത്തിയത് തന്നെ ഒരു കാവ്യനീതിയായിരുന്നു. അവസാന 12 പന്തിൽ ജയിക്കാൻ വേണ്ടത് 35 റൺസായിരുന്നു. ഗുജറാത്തിനിത് എളുപ്പമുള്ള വിജയമാണെന്ന് എല്ലാവരും കരുതി. എന്നാൽ അവിടെയാണ് മില്ലറുടെ അസാമാന്യമായ പോരാട്ട വീര്യം നാം കണ്ടത്. 19ാം ഓവറിൽ സിറാജിനെതിരെ 2 പടുകൂറ്റൻ സിക്സറുകളും ഒരു ഫോറും പറത്തിക്കൊണ്ട് അദ്ദേഹം ആഞ്ഞടിച്ചു. അവസാന ഓവറിൽ 3 പന്തിൽ 8 റൺസ് വേണമെന്നിരിക്കെ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്ന ആ 106 മീറ്റർ സിക്സർ സ്റ്റേഡിയത്തെ ആവേശത്തിലായി. ഡൽഹിക്ക് വേണ്ടി മില്ലർ അത് സാധിച്ചെടുത്തു എന്ന് എല്ലാവരും വിശ്വസിച്ച നിമിഷമായിരുന്നു അത്. എന്നാൽ ചിലപ്പോൾ ഈ കളി വളരെ ക്രൂരമാണ്. നിമിഷ നേരം കൊണ്ട് ഹീറോയിൽ നിന്ന് ഒരു വില്ലന്റെ സ്ഥാനത്തേക്ക് അയാൾ മാറി. അടുത്ത പന്ത് കുൽദീപ് യാദവിന് ഒരു സിംഗിൾ നിഷേധിച്ചുകൊണ്ട് മില്ലർ എടുത്ത ആ തീരുമാനം വലിയ അബദ്ധമായി. അവസാന പന്തിൽ 2 റൺസ് വേണമെന്നിരിക്കെ ആ സിംഗിൾ എടുത്ത് സ്കോർ സമനിലയാക്കിക്കൊണ്ട് അടുത്ത പന്ത് കുൽദീപിന് വിട്ടുകൊടുക്കാമായിരുന്നു. എന്നാൽ ആ ബ്രെയിൻ ഫെഡ് നിമിഷത്തിൽ അവസാന പന്ത് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ കഴിയാതെ വരികയും ഓടിയെടുക്കാനുള്ള ശ്രമത്തിൽ കുൽദീപ് റൺഔട്ട് ആവുകയും ചെയ്തു. എന്ത് തന്നെ സംഭവിച്ചാലും ഡേവിഡ് മില്ലർ ഇന്ന് കളിച്ച ഇന്നിംഗ്സ് നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. തോൽവി ഉറപ്പിച്ച ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഘട്ടത്തിൽ നിന്ന് ഡൽഹിയെ വിജയത്തിന് തൊട്ടരിക വരെ എത്തിച്ച ആ ഒറ്റയാൻ പോരാട്ടമായിരുന്നു. വിജയമോ പരാജയമോ ആകട്ടെ, അസാധ്യമായതിനെ സാധ്യമാക്കാൻ ശ്രമിച്ച മില്ലറുടെ ആ ഇച്ഛാശക്തി എക്കാലവും ഓർമ്മിപ്പിക്കപ്പെടും. ഡൽഹിയുടെ പരാജയത്തിൽ പ്രധാന കാരണമായി മാറിയത് മില്ലറുടെ ഓവർ കോൺഫിഡൻസ് ആണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് മില്ലർ കാഴ്ചവെച്ചത്. എന്നാൽ അവസാന 2 പന്തുകളിൽ 2 റൺസായിരുന്നു ഡൽഹിക്ക് വിജയിക്കാൻ വേണ്ടിയത്. ആ പന്തിൽ സിംഗിൾ നേടി മത്സരം സമനിലയാക്കാൻ മില്ലർക്ക് സാധിക്കുമായിരുന്നു. എതിർ ക്രീസിലുള്ള കുൽദീപിന് അടുത്ത പന്തിൽ സിംഗിൾ നേടിയാൽ ടീമിനെ വിജയത്തിലും എത്തിക്കാൻ സാധിച്ചേനെ. പക്ഷേ തന്റെ കരുത്തിൽ അമിതമായി വിശ്വസിച്ച മില്ലർ ആ സിംഗിൾ എടുക്കാൻ തയ്യാറായില്ല. ശേഷം അടുത്ത പന്തിലും റൺസ് നേടാൻ സാധിക്കാതെ വന്നതോടെയാണ് ഡൽഹി പരാജയപ്പെട്ടത്. മില്ലറുടെ അമിതമായ ആത്മവിശ്വാസം മത്സരത്തിൽ ഡൽഹിയെ പരാജയപ്പെടുത്തി. ക്രിക്കറ്റ് മൈതാനത്തെ ഒരു യുദ്ധകളമാക്കി മാറ്റിയ ആ അവസാന ഓവർ, ആവേശം വാനോളം ഉയർന്ന നിമിഷങ്ങൾ. പരിക്കേറ്റ് മടങ്ങിയിട്ടും തോൽവി സമ്മതിക്കാതെ വീണ്ടും കളത്തിലിറങ്ങിയ ഡേവിഡ് മില്ലറുടെ പോരാട്ട വീര്യം അവിസ്മരണീയം തന്നെയായിരുന്നു. എന്നാൽ നിരാശയോടെ ബാറ്റ് വലിച്ചെറിഞ്ഞു നിൽക്കുന്ന മില്ലറുടെ ചിത്രം ആരുടെയും കണ്ണ് നനയിക്കുന്നതായിരുന്നു. പക്ഷേ അവിടെയാണ് ക്രിക്കറ്റ് എന്ന വികാരത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം നമ്മൾ കണ്ടത്. വിജയവും തോൽവിയും എന്നതിനപ്പുറം മനുഷ്യത്വത്തിന്റെ മാന്ത്രികത പൂവിട്ട നിമിഷം. ഹൃദയം തകർന്നു നിന്ന മില്ലറുടെ അടുത്തേക്ക് ഓടിയെത്തി ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചത് സ്വന്തം ക്യാപ്റ്റനായിരുന്നു. ഒപ്പം മറുവശത്ത് ഗുജറാത്ത് നിരയിൽ നിന്ന് ഓടിയെത്തി കെട്ടിപ്പിടിച്ച ദക്ഷിണാഫ്രിക്കക്കാരനായ സ്വന്തം നാട്ടുകാരൻ റബാഡയും ആ കളിക്കളത്തിലെ ഹൃദയമായ കാഴ്ചയായി. 92 റൺസുമായി ദില്ലിക്കായി മികച്ച സ്കോർ നേടിയ KL രാഹുലും ആ നിമിഷത്തിൽ ദേഷ്യപ്പെടുകയല്ല ചെയ്തത്. മറിച്ച് മില്ലറുടെ 19ാം ഓവറിലെ വെടിക്കെട്ട് കൊണ്ടാണ് ഡൽഹി വിജയത്തിനരികിൽ ഇത്രയെങ്കിലും എത്തിയതെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ ആശ്വസിപ്പിക്കുകയാണ് രാഹുൽ ചെയ്തത്. ഇതാണ് ക്രിക്കറ്റ്, ഇതാണ് യഥാർത്ഥ ടീം സ്പിരിറ്റ്. ഒരു ചെറിയ പിഴവിന്റെ പേരിൽ സ്വന്തം സഹതാരത്തെ തള്ളിപ്പറയാതെ അയാൾ ടീമിനു വേണ്ടി നടത്തിയ ആത്മാർത്ഥമായ ശ്രമങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന സ്നേഹമാണിത്. അമിതാത്മവിശ്വാസം ഒരുപക്ഷെ മത്സരം തോൽപ്പിച്ചേക്കാം. പക്ഷേ ആ കളിക്കാർ പരസ്പരം നൽകിയ പിന്തുണ ഈ കളിയിലെ ഏറ്റവും വലിയ വിജയമായി മാറി. കളി തോറ്റാലും ഹൃദയങ്ങൾ കീഴടക്കാൻ കഴിയുമെന്ന് അവർ കാട്ടിത്തന്നു. ക്രിക്കറ്റ് നമ്മെ പഠിപ്പിക്കുന്നത് കേവലം റൺസ് എടുക്കാനും ജയിക്കാനും മാത്രമല്ല, വീഴുന്നവനെ താങ്ങി നിർത്താനും കൂടിയാണ്.